രാഷ്ട്രീയമായ നിലപാടുകൾ കൊണ്ടും കൃത്യമായ ഉത്തരങ്ങൾ കൊണ്ടും ആ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന BJP സ്പോക്സ് പേഴ്സൺ PR ശിവശങ്കർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങളൊരു തീരുമാനത്തിലെത്തി, നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം പറയണാണോ ശരി? അവിടെ ഒരു കുട്ടി മരിച്ചു, ഒരു തുള്ളിക്കണ്ണു നേരെ ഒരു ചർച്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാശ്മീരുടെ വർത്തമാനം കേട്ടാ തോന്നുന്നു നരേന്ദ്രമോദി സർക്കാർ ഓട് പൊളിച്ചു പുറത്തു വന്നാണ് തോന്നുന്നത്. അരുൺ, don't put your bloody tongue into my mouth. ചെഗുവേരയെ ആരാധിക്കുന്നവരിൽ നിന്നോ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണ സ്വഭാവം പ്രതീക്ഷിച്ചിരുന്നോ? ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഒരു രാജ്യത്ത് ജനിക്കുന്നു, മറ്റൊരു രാജ്യത്ത് പോയിട്ട് വിപ്ലവം നടത്തുന്നു, അവിടെ മന്ത്രിയാവുന്നു, ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വിപ്ലവം നടത്തി അവിടെ മരണപ്പെടുന്നു. ഇതെല്ലാം വെറും വാഴ്ത്ത് പാട്ടുകളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കുറച്ച് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലുമൊക്കെ വേദനയുടെ കഥ പറയാനുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു ലാത്തി ചാർജിന് കിട്ടിയ കുറച്ച് അടികളുടെ കഥ പറയാനുണ്ടാവും. വിദ്യാർത്ഥി സമരം കാലഘട്ടത്തിൽ രാവിലെ പല ദിവസം പോലീസുകാരെ കണി കണ്ടാണ് എഴുന്നേക്കാറുള്ളത്. അന്ന് പക്ഷേ BJPയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് തല്ല് കിട്ടിയാൽ അത് വാർത്തകൾ പോലും അല്ല. ഈ കച്ചി എന്ന് പറയില്ലേ, ഗോളി, അത് കയ്യിൽ വെച്ചിട്ട് അതുമ്മേ മേശ വെച്ചിട്ട് ആ മേശയുടെ മേളിൽ കയറി ഇരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൈ തളർന്നു പോയി ആ മനുഷ്യൻ. നമുക്ക് ഭയക്കാതെ ജീവിക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഗുജറാത്ത് മുതലുള്ള പ്രശ്നങ്ങളിലൊക്കെ ആളുകൾ എടുത്തിടില്ലേ? ഗുജറാത്ത് കലാപത്തിലാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത്? പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നു. അതെ, അതാണ് മാധ്യമങ്ങളുടെ ശക്തി. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ കൊള്ളയാണ് കോൺഗ്രസും CPM-ഉം സ്വർണം കൊള്ളയടിക്കാൻ ശബരിമലയെ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ വേദനയുണ്ട്. തന്ത്രിയെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും. BJP സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? എറണാകുളത്തേക്കാൾ വാഹനപ്പെരുപ്പവും അതുപോലെ തന്നെ ബ്ലോക്കും തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല 100 പേർക്ക് ഒരു ജോലിയുള്ള ഒരു സ്ഥാപനം ഉണ്ടായാലും ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇല്ല, ഒരു അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇല്ല. തൊട്ടപ്പുറത്ത് ബോയ്സ് സ്കൂളിൽ കുട്ടികൾ കളിക്കുന്നത് ടേൺ അനുസരിച്ചിട്ടാണ്. ഒരു വലിയ സ്പേസ് വേണം കളിക്കാൻ. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ നമ്മൾ പറഞ്ഞു വരുന്നത്? കുറച്ച് ഹൈമാസ്ക് ലൈറ്റുകൾ, കുറച്ച് ബസ് സ്റ്റോപ്പുകൾ, ഇതിലപ്പുറം വികസനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 100-120 MLA-മാർ കഷ്ടപ്പെട്ടു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നിങ്ങൾ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ രാഷ്ട്രീയമായ നിലപാടുകൾ കൊണ്ടും കൃത്യമായ ഉത്തരങ്ങൾ കൊണ്ടും ആ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന BJP സ്പോക്സ് പേഴ്സൺ PR ശിവശങ്കർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. ഈ ചാനൽ ചർച്ചകളിൽ പോയിരിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക ഒരു ധൈര്യം വേണം. കാരണം ഒന്നാമത് ലൈവ് പ്രോഗ്രാമാണ്, രണ്ടാമത് നമ്മുടെ വായിൽ നിന്ന് എന്താണ് വീഴുന്നതെന്ന് കൃത്യമായി നോക്കിയിരിക്കുന്ന വാർത്താ അവതാരകരും എതിർ പാർട്ടികളും. ഇതിനൊക്കെ ഇടയിൽ പോയിരിക്കാനുള്ള ആ ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ധൈര്യം പൊതുവെ ഒരു BJP പ്രവർത്തകൻ അവൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ സ്വീകരിക്കും, അല്ലെങ്കിൽ അവന് ഏറ്റെടുക്കേണ്ടി വരും. കാരണം അറിയാമല്ലോ, കാരണം കേരളത്തിലെ മിക്കവാറും എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആൻസർ ഉണ്ടായേ പറ്റൂ. പിന്നെ എല്ലാവരും ആക്രമിക്കും, അവതാരകരും. ഏതെങ്കിലും സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ധൈര്യക്കുറവുണ്ടായിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് റിലീജിയസ് ഇഷ്യൂസ്. ചില വിഷയത്തിൽ നമുക്ക് ചിലത് പറയാൻ പറ്റില്ല, തുറന്നു പറയാൻ പറ്റില്ല. ചില റെസ്ട്രിക്ഷൻസ് പാർട്ടി ഉണ്ടാകും, ചിലത് ശരിയെന്ന് തോന്നുന്നത് പോലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അയോധ്യ വിഷയത്തിലൊക്കെ ശക്തമായി ഒരിക്കലും കോടതി വിധിക്കെതിരെ പറയരുത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയരുത്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചില സന്തോഷം പോലും ചില സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എനിക്കറിയില്ല അതെങ്ങനെ എടുക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആക്ടിങ് ആണല്ലേ. ശിവശങ്കർ സാറിനെ സംബന്ധിച്ച് എനിക്കറിയുള്ളത്, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാളല്ല. ഞാൻ ഈ ചർച്ചകൾ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോയിലും ഒക്കെ കൂടെയുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ആ മുഖം വീർപ്പിച്ചിരിക്കുന്ന കർക്കശക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണോ, അതോ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചില്ലാണ് എന്ന് പറയുന്ന ആളാണോ?
എന്നെക്കുറിച്ച് തിരിച്ചാണ് കംപ്ലൈൻറ്റ്. ഞാൻ ഒട്ടും എന്താ പറയുക സ്ട്രിക്റ്റ് അല്ല, ഞാൻ വളരെ കോമഡി പറയണമെന്നാണ് പൊതുവെ കംപ്ലൈൻറ്റ്. പിന്നെ പക്ഷേ ഒരു കാര്യം ഈ ചാനൽ ചർച്ച എന്നിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതില്ല, അതൊരു ബോർ ഏർപ്പാടാണ്. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ എന്നെ പരിചയമുള്ളവർക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നല്ലോണം തമാശ പറയുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. ആണ്. 16 വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആദർശം കണ്ട് അതിൽ ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ആ രാഷ്ട്രീയം ചൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു അതിലേക്ക് BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചത്? ഞാൻ KCYM മെമ്പറായിരുന്നു, കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ്. അതെ, ചമ്പക്കര പള്ളിയിലെ മെമ്പറായിരുന്നു ഞാൻ. എനിക്ക് ഇപ്പോഴും എങ്ങനെയാണ് ക്രിസ്ത്യാനി ആവാതെ KCYM മെമ്പർ ആകാൻ പറ്റുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് തെറ്റുപറ്റിയതോ നമുക്ക് തെറ്റുപറ്റിയതോ? ഞാൻ അവിടെ പള്ളിയിലാണ് കളിച്ച് ജനിച്ച് വളർന്നത്. അത്രയേറെ അത് ഇന്നത്തെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ട് പറയണമെന്നല്ല കേട്ടോ. നെല്ലിക്കപ്പള്ളി അച്ഛനോടോ അവിടുത്തെ കപ്പിയാരോടോ ഫ്രാൻസ് കപ്പിയാരോടോ അവിടുത്തെ എത്രയോ ദിവസം ഞാൻ പള്ളിയിൽ മണിയടിച്ച് എനിക്ക് ഇപ്പോഴും നന്നായിട്ട് അറിയാം. മരിച്ചാൽ എന്താണ് മണിക്കേണ്ടത്, 6 മണിക്ക് എന്താണ് മണിയടിക്കേണ്ടത്, ഇതെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എൻ്റെ വീടും ചമ്പക്കരപ്പള്ളി അപ്പുറപ്പുറമായിരുന്നു. ഒരു മതിലിയാടി കിടന്നാൽ പള്ളിയിലെത്താമായിരുന്നു. അപ്പോൾ അത്ര നല്ല ബന്ധമായിരുന്നു. എനിക്കിപ്പോഴും ക്രിസ്ത്യൻ വിഭാഗമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു നാഷണാലിറ്റി അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് RSSും അതുപോലെ BJPയും ആണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ 16-17 വയസ്സാകുമ്പോഴാണല്ലോ വായനാശീലമൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ കുറച്ച് പേര് സംഘബന്ധമുള്ളവരുണ്ട്. വല്യച്ഛനൊക്കെ സ്ട്രോങ് RSS ബന്ധമുള്ളവരായിരുന്നു. പൊതുവെ ഞാൻ അങ്ങനെ RSSലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് സത്യം. വിദ്യാർത്ഥി പക്ഷത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പ്രവചിക്കാൻ കഴിവുള്ള ഒരാളാണോ? ഞാൻ എന്താ അങ്ങനെ ചോദിച്ചതെന്നറിയാവോ? മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് നേരത്തെ പ്രവചിച്ചെഴുതിയ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതെങ്ങനെയാ ഈ പ്രവചനമൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്? സത്യത്തിൽ അത് പ്രവചനമല്ല. യു ഹാവ് ടു റിസർച്ച് ഓൺ സബ്ജക്റ്റ്. എനിക്ക് ഭാഗ്യവശാൽ മെസ്സിയുടെ ഇന്ത്യയുടെ ഓർഗനൈസറായിട്ട് എനിക്കറിയാമായിരുന്നു. ആ എഗ്രിമെൻ്റ് കോപ്പി എനിക്കറിയാമായിരുന്നു. ഏതൊക്കെ സ്റ്റേറ്റായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇൻഫാക്ട് ഐ ഹാസ് ബീൻ ഡിസ്കസ് വിത്ത് സം അതർ സ്റ്റേറ്റ്. ഇത് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കേരള ഗവൺമെൻറ്റിന് ഡിസ്കഷനേ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാവരും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. എനിക്ക് നന്നായിട്ട് അറിയാവും. സോ ഐ പ്രഡിക്റ്റഡ് ദാറ്റ് ഈസ് നോട്ട്, കാരണം ആകെ 4 സ്ഥലത്തേ വരുള്ളൂ. അപ്പോൾ ഈ പ്രഡിക്ഷൻ നടത്തിയപ്പോഴത്തേക്കും നമുക്കെതിരെ ആക്രമണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അല്ല, മെസ്സി ഫാൻ, ഞാനും ഒരു ഹാർഡ് കോർ മെസ്സി ഫാനാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മെസ്സിയെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിൽ വന്നാൽ ഫ്രീ ആയിട്ട് കാണാമല്ലോ എന്നുള്ളൊരു ധാരണയിലും കൂടിയാണ് ഈ ശ്രമമൊക്കെ നടത്തിയത്. പക്ഷെ മെസ്സി വരില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു പൊളിറ്റിക്കൽ തീരുമാനമൊക്കെ ഭാഗമായി. പിന്നെ മറ്റു പല കാര്യങ്ങൾ വന്നു. പക്ഷേ അതിൽ കുറേ തെറ്റും ശരിയുമുണ്ട്. മെസ്സി വരില്ല എന്ന് പറഞ്ഞത് മെസ്സിയുടെ ഒരു പേഴ്സണൽ ടൂർ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കോൺട്രവേഴ്സിയാണത്. മറ്റേത് അർജന്റീന ടീം വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അത് ശരിയാണ്, അർജന്റീന ടീം വരും. പക്ഷെ അതിപ്പോഴൊന്നുമല്ല. ദാറ്റ് ഇസ്, ഞാൻ പറഞ്ഞത് ആ ഡേറ്റിൽ വരില്ല എന്നാണ്. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലോ വളരെ ആകൃഷ്ടനാകുമ്പോൾ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുക എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെയാണ്. ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ വളരെ ഊർജ്ജസ്വരനായ ഒരു നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിപ്ലവം സംസാരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച്, ചെഗുവേരയെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നു. അത് ചെയ്യാനുണ്ടായ ഒരു തോന്നൽ എവിടെ നിന്നുണ്ടായേ? ഞാനത് പലകുറി പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു ചെഗുവേര ആരാധകനായിരുന്നു. കാരണം പഠിക്കുമ്പോൾ വിദ്യാർത്ഥി പരിഷത്തിലൊക്കെ SFIയുടെ നേതാക്കൾ ഒരുപാട് പേരായിട്ട് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഒരു രാജ്യത്ത് ജനിക്കുന്നു, മറ്റൊരു രാജ്യത്ത് പോയിട്ട് വിപ്ലവം നടത്തുന്നു, അവിടെ മന്ത്രിയാവുന്നു, ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വിപ്ലവം നടത്തി അവിടെ മരണപ്പെടുന്നു. എനിക്കൊന്നും എൻ്റെ മുന്നിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും അങ്ങനത്തെ ഒരു നേതാവ് ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ആ കാലഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഒരു അത്ഭുതകരമായ ജീവിതം, വിപ്ലവകരമായ ജീവിതം. വളരെ ആവേശത്തോടു കൂടിയാണ് ചെഗുവേരയുടെ പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ വായിച്ചത്. ആ കാലഘട്ടത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തെറ്റും മനസ്സിലായിരുന്നില്ല. പക്ഷേ പിന്നെയും ശരിക്കും പറഞ്ഞാൽ ചെഗുവേരയുടെ പുസ്തകങ്ങൾ ഈ പറഞ്ഞ 86 കാലഘട്ടത്തിലൊക്കെ വളരെ കുറച്ച് പുസ്തകങ്ങളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മരിച്ചത് 69 വിചാരിക്കണം. ആ കാലഘട്ടം കഴിഞ്ഞ് 95 അതുപോലെ 2000 ഒക്കെ ആയപ്പോഴാണ് ചെഗുവേരയെക്കുറിച്ചുള്ള കുറച്ചുകൂടി റിസർച്ച് പഠനങ്ങളൊക്കെ വന്നത്. ആ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് ജോൺ ലീ ആൻഡേഴ്സൺ എന്നൊരാളുടെ ഒരു സീരിയൽ 1500 പേജുള്ള വലിയ പുസ്തകം, അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ പഠിച്ച ഒരു കഥയല്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് അറിഞ്ഞ കഥയല്ല ഇതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം വെറും വാഴ്ത്ത് പാട്ടുകളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഞാനൊരു പുസ്തകം എഴുതാൻ, അതൊരു 8 വർഷത്തെ കഠിന പ്രയത്നമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇന്ന് ലോകത്തിറങ്ങിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടും വാങ്ങിച്ചിട്ടുമാണ്
അതിനെക്കുറിച്ച് എഴുതി. അതുകൊണ്ടാണ് സാനുമാഷ് പറഞ്ഞത് ഇതിൽ ഒരു വാക്ക് പോലും അനാവശ്യമായി ഞാൻ എഴുതിയിട്ടില്ല. ഇങ്ങനൊരു പുസ്തകം എഴുതുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ചെഗുവേരയെ ആരാധിക്കുന്നവരിൽ നിന്നോ അതിഭീകരമായിട്ടുള്ള ഒരു ആക്രമണ സ്വഭാവം പ്രതീക്ഷിച്ചിരുന്നോ, ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു ആൾ പോലും എനിക്ക് ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. ഞാൻ ആ പുസ്തകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട ഇപ്പം CP ജോണിനെ പോലുള്ള CPM ന്ന് രാജിവെച്ച നേതാക്കൾ വായിച്ചിട്ടുണ്ട്, ചില തിരുത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേര് പറയാൻ പറ്റാത്ത എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ CPM നേതാക്കളും അത് വായിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു മനുഷ്യൻ വായിച്ചിട്ട് എനിക്കിതൊരു തിരുത്തുണ്ടെന്നോ തെറ്റുണ്ടെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വായിക്കാത്തതുകൊണ്ടാണോ അതല്ല ഇനിയിപ്പോൾ ഇത് ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു റെസ്പോൺസ് ആ ബുക്കിൽ നിന്ന് വന്നില്ല എന്നുള്ള ഒരു നിരാശ ഉണ്ടായിരുന്നു. സത്യമായിട്ടുണ്ട്. ആ പുസ്തകം വേണ്ട രീതിയിൽ എൻ്റെ സുഹൃത്തുക്കൾ പോലും വായിച്ചില്ല. ഇന്നലെയാണ് ഒരാൾ മുഴുവൻ വായിച്ചിട്ട് ഒരു വേണ്ടത്ര വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശിവശങ്കർ ചേട്ടൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 16ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ വിവാഹമൊക്കെ അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒരു കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഒരുപാട് BJP പ്രവർത്തനമായതുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ടും എനിക്കിപ്പോഴും അറിയാം, ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി സമരം കാലഘട്ടത്തിൽ എന്നും പോലീസ് വരും. രാവിലെ പല ദിവസം പോലീസുകാരെ കണി കണ്ടാണ് എഴുന്നേക്കാറുള്ളത്. അവർ വരും, നോട്ടീസ് വരും, സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അന്നാണ് എനിക്ക് വന്ന തൃപ്പൂണിത്തുറയിൽ RLV സമരം ഞാനായിരുന്നു കൺവീനർ. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവും, പോലീസ് വരും, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വർഷങ്ങൾ മുന്നോട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലുമൊക്കെ വേദനയുടെ കഥ പറയാനുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു ലാത്തി ചാർജിന് കിട്ടിയ കുറച്ച് അടികളുടെ കഥ പറയാനുണ്ടാവും. അത്തരത്തിലൊരു അനുഭവം ജീവിതത്തിലുണ്ടോ? വലിയ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയതെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് പക്ഷേ BJPയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് തല്ല് കിട്ടിയാൽ അത് വാർത്തകൾ പോലും അല്ല. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൂടാ, ഒരു പോലീസുകാരൻ, എനിക്ക് ഇപ്പോഴാ പോലീസുകാരൻ്റെ പേരറിയാം, ഒരു കച്ചി എന്ന് പറയില്ലേ, ഗോളി, അത് കയ്യിൽ വെച്ചിട്ട് അതുമ്മേ മേശ വെച്ചിട്ട് ആ മേശയുടെ മേളിൽ കയറി ഇരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മോർ ദാൻ 15-20 മിനിറ്റ്സ് ഈ അലറി വിളിക്കുകയായിരുന്നു. ആ കൈ തളർന്നു പോയി ആ മനുഷ്യൻ്റെ. പക്ഷെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വിദ്യാർത്ഥി നേതാവുന്നതിൽ കുറച്ചൊരു പരിഗണന കിട്ടിയിരുന്നു എന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ അപ്പോഴും എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ചിലപ്പോൾ ചില മനുഷ്യർ ഇങ്ങനെയൊക്കെയുള്ള ഭീകരത കാണുമ്പോൾ അല്ലെങ്കിൽ ക്രൂരതകൾ കാണുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ തിരിച്ച് എന്തെങ്കിലും ഒരു സാധാരണ ജോലി എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോളാം എന്നൊരു തോന്നൽ വരാൻ സാധ്യതയില്ലേ? അത്തരത്തിൽ എന്തെങ്കിലും ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നോ, അതോ എനിക്ക് ശക്തമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നാണോ ചിന്തിച്ചത്? സംഘശാഖയിലൂടെ വളർന്നു കഴിഞ്ഞാൽ ഭയന്ന് പിന്മാറാൻ പറ്റില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ശരിയെന്ന് തോന്നിയാൽ അവിടെ ഉറച്ചു നിൽക്കും. അതിൽ നഷ്ടവും ലാഭവും ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നമ്മൾ കരിയറിലൊന്നും നേടിയൊന്നും ഇരിക്കില്ല, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉറച്ചു നിൽക്കുവാനുള്ള തൻ്റെ ഇടം നമുക്ക് തരും. അതൊരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ, പ്രത്യേകിച്ച് RSSൻ്റെ ശാഖയിലെ ഒരു രീതിയാണ്. കുറച്ച് പഴയ കാര്യങ്ങളിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണേ. അതായത് കഴിഞ്ഞ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു സാറിൻ്റെ. അതായത് അമ്മയുടെ ഓർമ്മയ്ക്ക് ശ്രാദ്ധമിടാൻ പോയപ്പോൾ അവിടെ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ചും അവിടെ സഹായിച്ച ആളുകളെക്കുറിച്ചും ഒക്കെ അതൊരു പോസ്റ്റ് വളരെ ഇങ്ങനെ എന്താ പറയുക, വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ഇടയ്ക്ക് എവിടെയോ രാഷ്ട്രീയം കടന്നു വന്നോ, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. അതിന് ശരിക്കും ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കാൻ വന്നു, അദ്ദേഹം അത് BJP-കാരനായതുകൊണ്ടാണ് എന്നെ സഹായിച്ചത് എന്ന് ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. 16 വയസ്സിലേക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ്. ശ്രാദ്ധം കിട്ടുന്നൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം അമ്മോട് ഞാൻ ആ ദിവസം പലപ്പോഴും സംസാരിക്കാറുണ്ട്, ഞാൻ അമ്മോട് സംസാരിക്കാറുണ്ട്. ആ ദിവസം പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്, ആ ശ്രാദ്ധം കിട്ടുന്ന കർമ്മം. അതിനുശേഷം ഞാനിപ്പോൾ ഈ നിങ്ങളുടെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെളുപ്പിന് 3 മണിക്ക് വരുമ്പോൾ ഒരു 10-40 വയസ്സുള്ള സ്ത്രീ 5-6 കിലോമീറ്റർ ദൂരെ നിന്ന് സ്കൂട്ടർ ഓടിച്ച് വരിക, അവിടെ എന്നെ കൊണ്ട് നിർമ്മാല്യം തൊഴിക്കാൻ പോവുക. എന്തിനാണ് അവർ വരണത്? ഒരാവശ്യമില്ല. അവരെ സംബന്ധിച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡറല്ല. ഇപ്പോൾ സുരേഷ് ഗോപി വരുന്നു, ഓഫ് കോഴ്സ് അതിന് അവർക്കൊരു ചിലപ്പോൾ സന്തോഷമുണ്ടായി. എന്നെപ്പോലുള്ള ലീഡർ വന്നിട്ട് വരേണ്ട ആവശ്യമില്ല. തൃപ്രയാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിഡൻ്റാണ് വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആ രാഷ്ട്രീയം എഴുതിയത്. അവർക്ക് ഞാൻ ഒരു BJP-കാരാണെന്നുള്ളത് മാത്രമല്ല, സാധാരണക്കാരെന്ന് അവർ വരേണ്ട ആവശ്യമില്ല. അവിടെ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരെ വിളിച്ചു നിർത്തുമ്പോൾ തൊഴിലാണ്. അത്ര സുഖകരമായ ദർശനമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്.
അത് അങ്ങനൊരു ഒഴുക്കിന് എഴുതിയാണ്, അല്ലാണ്ട് എൻ്റെ ഫേസ്ബുക്കിലും രാഷ്ട്രീയം ഉണ്ടാവാറില്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന പോർഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ PR ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, എങ്ങനെയാണ്? ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ എക്സിക്യൂട്ടീവ്. ഞാൻ തംസപ്പ്, പാർലെ അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഡിവിഷനിലായിരുന്നു. ദെൻ ഐ റിസൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് മൈ ഓൺ കമ്പനി. അതുകൊണ്ട് തൊഴിൽ മേഖല ഞാൻ നന്നായിട്ട് നോക്കിയിരുന്നു, ബിസിനസ് ചെയ്തിരുന്നു, ബാക്കി സമയം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനവും ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. ആണ്. അപ്പോൾ ഇന്ന് BJP രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം ജോബായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നുണ്ട്. അതാണോ നല്ലത്? അപ്പോൾ ഇതൊരു ഫുൾ ടൈം ജോബാക്കി എടുക്കുന്നത് തന്നെയാണോ നല്ലത്? ഇത് ഡോണ്ട് കോൾ ഇറ്റ് ആസ് എ ഫുൾ ടൈം ജോബ്. പാർട്ടി പൊളിറ്റിക്സ് ഈസ് നോട്ട് എ ജോബ്. യു ക്യാൻ മേ ബി കോൾ ഇറ്റ് ആസ് എ ഹോബി. ജോബായിട്ട് കണക്കാക്കരുത്. ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതൊരു തൊഴിൽ എന്ന് പറഞ്ഞ് കാണും. മേ ബി ശമ്പളം കിട്ടാനുണ്ടാകാം, പക്ഷേ ഇതൊരു പാഷൻ ഇല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് 24/7. ഇഫ് യു ആർ ആക്റ്റീവ് യു കനോട്ട് സ്ലീപ്പ്. സമൂഹത്തോട് എന്തെങ്കിലും ചെയ്യാനെന്നുള്ള ഒരു കടപ്പാട്, അല്ലെങ്കിൽ സമൂഹത്തെ നമ്മൾ ഇത്രയേറെ വളർത്തി, അപ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഷ്ട്രീയ ചർച്ചകളിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഇരുന്ന ആളെ പറഞ്ഞ അബദ്ധം കേട്ട് ചിരിച്ചതായിരിക്കാം, അങ്ങനെ, അല്ലെങ്കിൽ അവതാരകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടോ? തുടക്ക കാലഘട്ടത്തിൽ അഗ്രസീവായിട്ട് വർത്താനം പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരു 10 വർഷം മുമ്പൊക്കെ. അങ്ങനെ അഗ്രസീവായിട്ട് വർത്താനം പറയുന്ന കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, ഇന്ന് വളരെ പ്രശസ്തനായ ഒരു അവതാരകൻ, അദ്ദേഹം ഞാൻ കൂടി വായിച്ചിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് കോട്ട് ചെയ്തു. സത്യത്തിൽ ആ കോട്ട് ചെയ്തത് അതിൻ്റെ പ്രിൻസിപ്പൽ ബുക്കായിരുന്നില്ല, അതിനെക്കുറിച്ച് ഒരു വിമർശകൻ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തു. അതിനെ അങ്ങനെയല്ല കോട്ട്, അതിന് മുൻപും ഒരു ദീർഘമായ പാരഗ്രാഫ് ഉണ്ട്. ആ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് നിങ്ങൾ കോട്ട് ചെയ്തെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് അദ്ദേഹം സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ക്യാമറയിട്ട് പോയി അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുത്തിട്ട് വായിച്ചേൽപ്പിച്ച പറഞ്ഞു, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അവിടെ വെച്ച് പറയേണ്ടി വന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് ആ മുഴുവൻ പുസ്തകവും ഞാൻ കൊടുത്തു. അത്തരത്തിലുള്ള ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പം ഞാനൊരു സംശയം കിട്ടി, അതായത് ശിവശങ്കർ ചേട്ടനെ സംബന്ധിച്ച് തൃപ്പൂണിത്തുറയിൽ ജനിച്ചു വളർന്ന, തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു BJP രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ BJP പറയുകയാണ്, ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പറയുകയാണെങ്കിൽ സന്തോഷത്തോടെ ആ സ്ഥാനമാനം ഏറ്റെടുക്കുമോ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏത് BJP രാഷ്ട്രീയ പ്രവർത്തകനും ഏത് സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കാറുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ആവശ്യപ്പെടുന്ന ഏത് സ്ഥലത്തും പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, തയ്യാറുമാണ്. തീർച്ചയായിട്ടും. കാരണം അതൊരു സംശയമില്ല. ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. അത്ര കോൺട്രവേഴ്സി ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മാത്രമല്ല, എന്നെയൊക്കെ പല കാരണങ്ങളാൽ 3 പ്രാവശ്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. അതെനിക്കും അറിയാം. ചോദിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും എനിക്കൊരു മടിയില്ല പറയാൻ. കാരണം ഞാനത് ശരിയെന്നുള്ള കാര്യമാണ്. എന്താന്ന് ഞാൻ പറയുന്നില്ല തൽക്കാലത്തേക്ക്. പക്ഷേ ഞാൻ പാർട്ടി പറഞ്ഞ ഞാൻ മാറുന്നു, പാർട്ടി പറഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഇനിയും പുറത്തേക്ക് ഇനിയും പോകും, ഇനിയും തിരിച്ചു വരും. വേറൊരു പാർട്ടിയിലേക്ക് ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇതേ പാർട്ടി തന്നെ നിൽക്കും. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറയും. അവർക്ക് പുറത്താക്കാനുള്ള സ്വാതന്ത്ര്യം അവർ പുറത്താക്കും. അങ്ങനെയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ചേട്ടൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ആ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? നോക്കൂ, തൃപ്പൂണിത്തുറ ഒരു സാറ്റലൈറ്റ് സിറ്റി. എറണാകുളത്തിൻ്റെ വികസനങ്ങൾ സത്യത്തിൽ ഒരു പരിധി പോലും എത്താത്ത ഒരു സിറ്റിയാണ്. എറണാകുളത്തേക്കാൾ വാഹനപ്പെരുപ്പവും അതുപോലെ തന്നെ ബ്ലോക്കും തൃപ്പൂണിത്തുറയാണ്. ഒരു 40 വർഷമായിട്ട് പല റോഡുകളും വികസിച്ചിട്ടില്ല. റോഡുകൾ മാത്രമല്ല, ഇൻഡസ്ട്രി പിന്നെ വി കനോട്ട് കോൾ ഇറ്റ്. കാരണം തൊട്ടപ്പുറത്ത് ഉണ്ടെങ്കിലും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല 100 പേർക്ക് ഒരു ജോലിയുള്ള ഒരു സ്ഥാപനം ഉണ്ടാവില്ല. പല ഭീമ പോലുള്ള വല്ല ടെക്സ്റ്റൈൽസോ അല്ലെ ജ്വല്ലറി വല്ലതും ഉണ്ടായേക്കാം. ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇല്ല, ഒരു അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇല്ല. ദെൻ ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉദയംപേരൂരോ അതേപോലെ കുമ്പളം, നെട്ടൂര്, ഇത്തരം ഏരിയയൊക്കെ നല്ല ദാരിദ്ര്യമുള്ള, ഈ തൃപ്പൂണിത്തുറയുടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ പച്ചപ്പൊന്നുമല്ല, ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടുന്ന ദാരിദ്ര്യമുള്ളൊരു മേഖല. ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു മരിച്ച വീട്ടിൽ പോയിരുന്നു. ഒറ്റയടി പാതയിലൂടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ നടക്കണം ആ വീട്ടിലേക്ക്. അതിദരിദ്രമായ വീടുകൾ. ഇതെല്ലാം ഈ തൃപ്പൂണിത്തുറയുടെ തന്നെ ഭാഗമാണ്. അല്ലാണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ ഈ ടൗണിലെ ഒരു ഇത് മാത്രം കാണരുത്. അവിടെയെങ്കിലും ഒരു വികസനമില്ല. അവരെ തൊട്ട് മുമ്പിൽ പുഴയുണ്ട്, പക്ഷേ അവർ പറയുന്നത് 6 മാസം പുഴയിൽ മത്സ്യം ഇട്ട് വളർത്താൻ പോലും പറ്റില്ല.
അത്രയേറെ കെമിക്കൽ ഇതുള്ള പൊല്യൂഷനുള്ള പുഴ. ഒരു മത്സ്യം പിടിച്ചാൽ ജീവിച്ചിരുന്നത്. അപ്പോൾ 6 മാസം പൂർണ്ണമായ വെറുതി. അവിടെ വലിയ കേജ് ഫാമിങ്ങിനൊക്കെ ഉള്ളതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തവളക്കുഞ്ഞു പോലും വളരില്ല. അപ്പോൾ പുഴകൾ നശിഞ്ഞു, കൃഷിയിടങ്ങളില്ല, അവർക്ക് ഫാക്ടറികളോ ഇൻഡസ്ട്രി സ്ഥാപനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വികസനം ഒട്ടും എത്തിയിട്ടില്ല. റോഡ് ഒന്നും വികസിച്ചിട്ടില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചിട്ടില്ല. അപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു ടോട്ടൽ ഈ എറണാകുളത്തിൻ്റെ സാറ്റലൈറ്റ് സിറ്റി എന്നതിന് അപ്പുറം ഒരു മറ്റു പല കൾച്ചറുമുണ്ട്. എന്നാൽ അത് ടൂറിസം വികസനത്തിന് ഉപകാരപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയോടൊപ്പമോ ഫോർട്ട് കൊച്ചിയേക്കാൾ കൂടുതലോ ചരിത്രങ്ങളുള്ള ഒരു സ്ഥലവും കൂടിയാണ്. പക്ഷേ അതും വിൽക്കപ്പെടുന്നില്ല, ടൂറിസവും വികസിക്കുന്നില്ല. ഇപ്പം മ്യൂസിയം ആയാലും ഒക്കെ ഒരു ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ MLA എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരില്ലേ? അപ്പോൾ അതിന് സ്വയം ആലോചിച്ചിട്ടുണ്ടോ ഇവരെന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാതിരിക്കുന്നതെന്ന്? കാരണം ഒരു MLA എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ തൻ്റെ മണ്ഡലത്തിൽ നടത്തുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ നമ്മൾ പറഞ്ഞു വരുന്നത്? ഇത് തൃപ്പൂണിത്തുറയുടെ മാത്രം പ്രശ്നമല്ല വികസനമില്ല എന്നുള്ളത്. കുറച്ച് ഹൈമാസ്ക് ലൈറ്റുകൾ, കുറച്ച് ബസ് സ്റ്റോപ്പുകൾ, ഇതിലപ്പുറം വികസനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 100-120 MLA കഷ്ടപ്പെട്ടു പോകും. തൃപ്പൂണിത്തുറയിൽ ഇതൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ നോക്കൂ, അടിസ്ഥാനപരമായി ആശുപത്രി, ഒരു ജനതയ്ക്ക് ഏറ്റവും ആവശ്യമായി വേണ്ടത് ആശുപത്രി ചികിത്സയാണ്. പക്ഷേ തൃപ്പൂണിത്തുറ ആശുപത്രി, താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം വന്നാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുള്ള ഫെസിലിറ്റി പോലുമില്ല. ഒരു പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടില്ല, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ആശുപത്രി വികസനം പോലും നടന്നിട്ടില്ല. നോക്കൂ, തൃപ്പൂണിത്തുറയെക്കുറിച്ച് അറിയുന്നത് ലോകത്തിലെ ആദ്യത്തെ 1 ഡേ മാച്ച് നടന്ന സ്ഥലം. അവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറയാൻ ഇപ്പോൾ ആ ചെറിയ ഒട്ടോളിപ്പറമ്പ് മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ബോയ്സ് സ്കൂളിൽ കുട്ടികൾ കളിക്കുന്നത് ടേൺ അനുസരിച്ചിട്ടാണ്. 2 മണിക്കൂർ കുറച്ച് പേര് കളിക്കും, അത് മാറും അടുത്ത. കാരണം ക്രിക്കറ്റിൻ്റെ കേന്ദ്രമാണ് തൃപ്പൂണിത്തുറ. ദേ ബിഗർ ഒരു വലിയ സ്പേസ് വേണം കളിക്കാൻ. പക്ഷേ കുട്ടികളൊക്കെ ഇങ്ങനെ മാറി ടേൺ അനുസരിച്ച് കളിക്കാൻ അവർക്ക് നല്ലൊരു ഗ്രൗണ്ട് കൊടുക്കാൻ ഈ മുനിസിപ്പാലിറ്റിക്കോ MLAക്കോ കഴിഞ്ഞിട്ടില്ല. നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ല ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇതല്ലാണ്ട് വേറൊരു സിസ്റ്റമില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. റോഡ് ബ്ലോക്കാണ്. റിഫൈനറിയുടെ CSR വെച്ചിട്ടാണ് പലതും ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായിട്ടുള്ള കളക്ഷൻ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ തൃപ്പൂണിത്തുറ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു എന്നുള്ള ഒരു സംശയമില്ല. അത് TK രാമകൃഷ്ണൻ മന്ത്രിയായപ്പോഴും ബാബു മന്ത്രിയായിരുന്നപ്പോഴും അതിനുശേഷം കുറച്ച് നാൾ മറ്റുള്ള CPMൻ്റെ സ്വരാജ് ആയിരുന്നപ്പോഴും ഒന്നും. അപ്പോൾ ഞാൻ ഒരു ചോദ്യം തിരിച്ചു വയ്ക്കട്ടെ. തൃപ്പൂണിത്തുറയിൽ ഇത്രയും കാലങ്ങളായിട്ട് അവിടെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? നമുക്കൊരു MLA തന്നെ ആവണമെന്നില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. ധാരാളം ശ്രമങ്ങൾ ഞാനും ഞങ്ങളുടെ പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സേവാഭാരതിയുടെ കീഴിൽ ഞാൻ എണ്ണം കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, ധാരാളം വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരം സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നാളെ മറ്റന്നാൾ സുരേഷ് ഗോപി വന്നിട്ട് അവിടുത്തെ സക്ഷമ എന്നുള്ള പേരിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വീൽ ചെയർ കൊടുക്കുന്നു. അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ 100 കണക്കിന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല സേവനങ്ങൾക്ക് ഞങ്ങൾ മുൻകൈ എടുത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ജനൌഷധി കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ ഇതെല്ലാം BJP പ്രവർത്തകർ, സംഘപ്രവർത്തകർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പരിമിതമായ സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് അവർ ജോബ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് സേവന പ്രവർത്തനം നടത്തുവാനായിട്ട് ധാരാളം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണും ഈ തെരഞ്ഞെടുപ്പിലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ജനങ്ങൾ സേവന പ്രവർത്തനം കണ്ട് വോട്ട് ചെയ്യണ്ട. ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ പോളിസി. ഞങ്ങളൊരു വികസിത കേരളം എന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി കേരളത്തിൻ്റെ വികസനം, തൃപ്പൂണിത്തുറയ്ക്ക് മാത്രമായിട്ട് വികസിക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ കേരളത്തിന് മാത്രമായിട്ടൊരു വികസന പ്ലാൻ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദ FDI ഹാസ് ബീൻ കെയിം ടു ഇന്ത്യ ഇൻ എ സച്ച് എ വേ. 1 രൂപ പോലും കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ഒരു 500 പേർക്ക് ജോലി കൊടുത്ത ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി, ഒരു പേര് നിങ്ങൾക്ക് പറയാമോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പുതിയ ഇൻഡസ്ട്രി തുടങ്ങി. ഈ പറയുന്ന PSUs എന്ന് പറയുന്നത് കെൽട്രോൺ ആയാലും, ഞാൻ ജനിക്കണതിന് മുമ്പ് തുടങ്ങിയ കെൽട്രോൺ
അതേപോലെ ട്രാൻകൂർ രാജാവ് തുടങ്ങി വെച്ച കുറേ ഓർഗനൈസേഷൻസ് ഒക്കെ ഇപ്പോഴും കേരളത്തിലുള്ളൂ. അപ്പോൾ ഒരു വലിയ വികസനം നടത്തുവാനുള്ള ഒരു ശ്രമം പോലും ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ക്യാപെക്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വളരെ തുച്ഛമായി. ബഡ്ജറ്റ് എടുത്ത് പഠിച്ചാൽ മനസ്സിലാവും. രസകരമായ സംഭവം, നിങ്ങളൊക്കെ ബഡ്ജറ്റ് പഠിക്കുമ്പോഴേ എൻ്റെ രസം മനസ്സിലാവും. ഈ എല്ലാ ബഡ്ജറ്റിലും അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവന് ഒരു സെൻറ്റർ സ്ഥാപിക്കും. ഇത് 2016 തൊട്ട് പിണറായി വിജയൻ വരുമ്പോൾ തൊട്ട് എല്ലാ ബഡ്ജറ്റിലും അതിലവർ വാക്ക് മാറിയിട്ടില്ല. എല്ലാ തവണ അതേ വാക്ക് ഉന്നയിക്കും. ഇവിടെ എറണാകുളത്ത് അക്കമ്മ ചെറിയാൻ വേണ്ടിയിട്ട് സൊസൈറ്റി ഒരു കൾച്ചറൽ സെൻറ്റർ സ്ഥാപിക്കും. എല്ലാ വർഷവും പറയും. ഒരു സ്ഥാപനവും നടക്കില്ല. ഞാൻ ഒരു കൾച്ചർ സെൻറ്ററിൻ്റെ കാര്യമാണ്. അതേപോലെ വളരെ വിചിത്രമായിരുന്നു നമ്മുടെ കൊറോണ സമയത്ത് ആ ബഡ്ജറ്റ് എടുത്ത് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ കൊറോണയ്ക്കെതിരെ വാക്സിൻ ഉണ്ടാക്കുവാൻ ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ പോകുന്നു, ഒരു സെൻറ്റർ ഉണ്ടാക്കാൻ പോകുന്നു. അതിന് 10 ലക്ഷം രൂപ മാറ്റി വെച്ചു. 10 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനന്ന് ചർച്ചയ്ക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കൊറോണക്കെതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കാൻ കേരളത്തിന് പറ്റുമോ? പൈസ മുടക്കിയാൽ പോലും പറ്റില്ല. അല്ല, അങ്ങനെ ഇതൊരു കോമൺ സെൻസിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആ നമ്മുടെ കോമൺ സെൻസ് തിരിച്ച് ചോദിക്കാൻ പാടില്ലേ, എന്തുകൊണ്ട് ഈ 10 ലക്ഷം രൂപ ഈ സെന്ററിന് വേണ്ടി മാറ്റി വെക്കുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത് എന്ന്? സ്വാഭാവികമായിട്ടും താങ്കളത് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു മറുപടി കിട്ടിയിട്ടുണ്ടാവില്ലേ? അദ്ദേഹം സ്കിപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ച ടോക്കൺ അഡ്വാൻസ്. ഇനി ടോക്കൺ അഡ്വാൻസ് പറഞ്ഞാലും അതിൻ്റെ ഫോളോ അപ്പ് നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞു, സർ ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ബിഗർ തിങ്സ്. വലിയ കാര്യം ചിന്തിക്കേണ്ട. കൊറോണയ്ക്ക് വരുന്ന വേണ്ട. ജനൌഷധി ഉണ്ട്. ഗീവ് 100 സ്ക്വയർ ഫീറ്റ് ടു ജനൌഷധി ഇൻ എവറി താലൂക്ക് ഹോസ്പിറ്റൽ. താലൂക്ക് ആശുപത്രിയിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് ജനൌഷധി കേന്ദ്രങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഒരു 90% 80% ഡിസ്കൗണ്ടിൽ ജനൌഷധി മരുന്ന് കിട്ടും. അത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ കഴിഞ്ഞ ഓണം ചോദിച്ചു, ഇതുവരെ തന്നിട്ടില്ല. ഇതെല്ലാം വലിയ മാനിപ്പുലേഷനും തട്ടിപ്പാണ്. ഇത് ജനൌഷധി വരുവാനോ ഇവിടെ ജനങ്ങൾക്ക് തരുവാനോ ഒരു താല്പര്യമില്ല. ഇത് ഈ പറയുന്ന കൊറോണയ്ക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കാനും അല്ല തോമസ് ഐസക്ക് പറഞ്ഞത്. പക്ഷേ അന്ന് ക്യൂബയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരും, ഞങ്ങളിതാ കേരളത്തിൻ്റെ പുതിയ മരുന്ന് അത് കൊറോണയ്ക്കെതിരെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തട്ടിപ്പിൻ്റെ 10 ലക്ഷം മാറ്റി വെച്ചു എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഒന്ന് ഇപ്പം ഉണ്ടാക്കുന്നൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെയൊക്കെ ശരിക്കും പറ്റിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത്ര കോടി എന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്ക് ഫണ്ടൊന്നും വരികയില്ല, കളക്ഷൻ വരികയില്ല. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് നന്നായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ജനതയാണ് കേരളം. കാരണം ഇത്ര ലിറ്ററസി ഒക്കെ ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളാരും ബജറ്റ് വായിക്കാറുമില്ല, അതിനെക്കുറിച്ച് പഠിക്കാറുമില്ല, ചിന്തിക്കാറുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴും എന്തുകൊണ്ടായിരിക്കും യുവാക്കൾ ഇത്തരം കാര്യങ്ങളൊന്നും അവരൊന്നും കൺസേൺഡ് അല്ല? അവരാരും ഒരു BJP എന്ന് പറയുന്ന പൊളിറ്റിക്സിലേക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആകുന്നില്ല എന്നുള്ളൊരു ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ സെർച്ച് ചെയ്ത് എന്തായിരിക്കും കിട്ടുക? വാട്ട് ദെയർ ഇൻ ദ കമ്പ്യൂട്ടർ ഓർ ദിസ് തിങ്. അതെ അതെ, ഈ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതില്ലാത്തൊരു സാധനം കിട്ടില്ലല്ലോ. ഇല്ല. എന്താണ് ഈ ഇന്റർനെറ്റിൽ കറണ്ട് പൊളിറ്റിക്സ് കുറിച്ച് അന്വേഷിച്ചാൽ കിട്ടുക? പത്രത്തിൽ വന്നത് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ വന്നത്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു 99.9% എഗൻസ്റ്റ് BJP. അപ്പോൾ എന്തായിരിക്കും ഒരു യുവാക്കൾക്ക് കിട്ടുക, ഫീഡ് ചെയ്യുക? ഇറ്റ്സ് ആൻറ്റി BJP. ഈ ജനിക്കുമ്പോൾ തന്നെ, രാവിലെ എണീക്കുമ്പോൾ തന്നെ അവൻ കാണുന്നത് ഇപ്പം ഇപ്പോൾ ഈ ബഡ്ജറ്റിനെ കുറിച്ച് അഗെയിൻ എൻ്റയർ ദ യൂണിയൻ ബഡ്ജറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ് എ ലോട്ട്. ഓരോ സംസ്ഥാനത്തിന് ഇത്ര കൊടുത്തു എന്ന് പറയുന്നതല്ല ഇപ്പോഴത്തെ ബഡ്ജറ്റ്. ദ ടോട്ടൽ ബഡ്ജറ്റാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് കണ്ടിട്ട് ഓരോ മാസവും 1.5 ലക്ഷം മെട്രിക് ടൺ അരി, അതിൽ കേരളത്തിൻ്റെ ഡിവിഷൻ കേരളത്തിന് കിട്ടും. അല്ലാണ്ട് കേരളത്തിന് ഇത്ര എന്ന് പറയുന്ന പഴയ സ്വഭാവമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് അരി കിട്ടിയില്ല എന്നല്ല. എയിംസ് 10 തരും. അത് നമ്മൾ ആവശ്യപ്പെടണം കൃത്യമായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ നോക്കൂ, എയിംസിന് കൊടുത്തേക്കുന്ന സ്ഥലത്തിന് എയിംസിന് കൃത്യമായി ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. 200 ഏക്കർ വേണം, നാഷണൽ ഹൈവേ കണക്ടിവിറ്റി വേണം, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, മറ്റേ ഹൈ ടെൻഷൻ വയറിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി, ഇങ്ങനെ പല ഇതുണ്ട്. ഇതില്ലാത്തൊരു സ്ഥലം കൊടുത്തിട്ട് ഇവിടെ എയിംസ് വേണമെന്ന് പറയാൻ കിട്ടില്ല. 120 ഏക്കർ കൊടുത്തിട്ട് എനിക്ക് എയിംസ് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ എയിംസ് 6 വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല, കേരളത്തിന് കിട്ടിയില്ല, ഗുജറാത്തിന് കിട്ടിയോ, മഹാരാഷ്ട്ര കിട്ടിയോ, വേറൊരു സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല. അല്ലെ, അതിപ്പോ എല്ലാ സംസ്ഥാനത്തിനും എയിംസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ പറയണേ, കേരളത്തിന് കിട്ടിയില്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് പറയാം.
6 എയിംസ് കിട്ടി. അത് ഒരെണ്ണം 2 ഗുജറാത്തിനും 2 ആസാമിനും 2 മഹാരാഷ്ട്രയും കൊടുത്തു എന്നല്ലല്ലോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറയാൻ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ ഈ വലിയ വലിയ പത്രങ്ങളുടെ വളരെ എക്സ്പീരിയൻസ്ഡ് എഡിറ്റേഴ്സ് കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് എഴുതണത്? ഇത് വായിക്കുന്നൊരു ചെറുപ്പക്കാരൻ്റെ ധാരണ എന്തായിരിക്കും? കേരളത്തിന് ഇത്രയും പഠിക്കില്ലല്ലോ അവർ. സോ വി ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് എൻറ്റയർ സിസ്റ്റം. എല്ലാ ദൃശ്യ മാധ്യമങ്ങൾക്കും എതിരെ ഏതാണ്ട് 10-26 പാർട്ടികൾക്കെതിരെ ആണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഫൈറ്റ് ചെയ്യുന്നത്. സോ അവർ റിസൾട്ട് ഇസ് കമ്പാരിറ്റീവ്ലി സ്ലോ. പക്ഷേ ഈ മലയാള മാധ്യമങ്ങൾ മാത്രം അനുസരിച്ചല്ലല്ലോ ChatGPT ആണെങ്കിലോ ജെമിനി ആണെങ്കിലോ ഇന്റർനെറ്റ് ആണെങ്കിലോ പ്രവർത്തിക്കുന്നത്. അപ്പോഴും ഇത് വായിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരണമെന്ന് തോന്നാതിരിക്കാൻ സാധ്യതയുണ്ടോ? വെൻ യു ആസ്ക് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ. നമ്മൾ ChatGPT ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിരിക്കണം. അത് ഞാനും ChatGPTയും ഗ്രോക്കൊക്കെ വെച്ചാൽ ജീവിക്കുന്നത്, വീട്ടിലത്തെ ഇൻഫർമേഷൻ. പക്ഷെ ചോദ്യങ്ങൾ കൃത്യമല്ലെങ്കിൽ ഉത്തരങ്ങൾ അങ്ങനെ ഇരിക്കും. ചെറിയൊരു തെറ്റ് മതി. ഞാനത് കാരണം 3 വെച്ചിട്ടാണ് ഞാൻ ഉത്തരം കണ്ടുപിടിക്കാറുള്ളത്. കാരണം ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. സോ അത്രയും സൂക്ഷിച്ച് രാഷ്ട്രീയം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പം എന്തുകൊണ്ടാണ് റഫാൽ യുദ്ധവിമാനം എന്തൊരു ചർച്ചയായിരുന്നു അറിയാൻ ശ്രദ്ധ. റഫാൽ മേടിച്ചപ്പോൾ ഈ BJP സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി മേടിച്ചപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഏതാണ്ട് 1 ലക്ഷം കോടി ഒറ്റ കൂടി എന്ന് പറഞ്ഞ് സംതിങ് ലൈക്ക് ദാറ്റ്, 50,000 lakhs ഒറ്റ കൂടി എന്ന് പറഞ്ഞ് ഭയങ്കര ഡിസ്കഷനായിരുന്നു. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ വെൻ യു ബൈ എൻ ഇന്നോവ ഇറ്റ്സ് എ ബേസ് മോഡൽ, മേ ബി യു വോണ്ട് ഗെറ്റ് മറ്റേ എന്തെന്നാ AC ഉണ്ടാവും ഇപ്പോഴത്തെ ബേസ് മോഡലിലും, അല്ലെങ്കിൽ അതിൻ്റെ അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, ഒന്നും ABS ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടറേറ്റിൽ എന്താ ഡൗൺ ഇത് ഗ്ലാസ് ഉണ്ടാവില്ല. ബട്ട് വെൻ യു ബൈ എ എക്സലൻറ്റ് എക്സൽ ഓർ സം ബിഗർ മോഡൽ 2-3 ലക്ഷം കൂടുതലായിരിക്കും. പക്ഷേ യു ഹാവ് ഫെസിലിറ്റി. ഈ റഫാൽ വന്നത് അങ്ങനെയായിരുന്നു. ഇറ്റ്സ് നോട്ട് എ ഷെൽ. അതിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ റോക്കറ്റ് ലോഞ്ചർ ഉണ്ടായിരുന്നു, അതിൻ്റെ റഡാർ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, അങ്ങനത്തെ XXX സാധനങ്ങൾ കൂടുതലുണ്ടായിരുന്നു. സോ ദ കോസ്റ്റ് വിൽ ബി ഹൈ. ഇത് മനസ്സിലാക്കാനായിട്ട് ഐ സ്പെൻഡ് മോർ ദാൻ 30 minutes ഇൻ ദ ചാനൽ. അപ്പോൾ ഒരു അവതാരകന് പോലും ഇത് മനസ്സിലാവുന്നില്ല. അത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഡീപ്പായിട്ട് ചോദിച്ചാൽ മാത്രമേ AIക്ക് ഇങ്ങനത്തെ ആൻസർ തരുള്ളൂ. അല്ലാണ്ട് ഇത് നോർമൽ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ജെൻസി ആൾക്കാരിക്കാൻ അത്രയ്ക്കും ഡീപ്പായിട്ട് പൊളിറ്റിക്സിൽ പോകുന്നില്ല. പോയവർക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും, ഒരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന ഒരു 10-15 ദൃശ്യമാധ്യമങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും അതുപോലെ തന്നെ 10-26 രാഷ്ട്രീയ പാർട്ടിയൊക്കെ എതിർത്ത് ചെയ്യുമ്പോൾ ഒരു ഭയാനകമായ ജീവിതമാണ്. അതൊന്ന് നേടിയേ പറ്റൂ. ആണ് അല്ലേ? ഈ എന്താണ് ഒരു BJP മുന്നോട്ട് വെക്കുന്ന ഒരു നല്ല നാളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? നിങ്ങൾക്ക് ഭയക്കാതെ ജീവിക്കാം. നിങ്ങളുടെ അയൽക്കാരനെ രാഷ്ട്രീയക്കാരനെയും എല്ലാം ഭയക്കാതെ ജീവിക്കുന്ന, അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന, ഇഫ് യു ട്രാവൽ എബ്രോഡ്. ഇപ്പോൾ NRIസിന് വളരെ വ്യക്തമായിട്ട് അറിയാം, അവർ ദേ ആർ എഗ്രീയിങ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പം നമുക്കൊരു ഭാരതീയൻ എന്നുള്ളതിൽ വളരെ ആത്മവിശ്വാസത്തോടെ പറയാം. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ റെസ്പെക്ട്. നമുക്ക് ഭയക്കാതെ ജീവിക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഗുജറാത്ത് മുതലുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ എടുത്തിടില്ലേ? അതിലൊക്കെ നമ്മൾ ഭയന്നല്ലേ ജീവിക്കണ്ടേ? ഗുജറാത്തിൽ മാത്രമായിരുന്നോ കലാപം നടന്നിരുന്നത്? ഗുജറാത്തിൽ മാത്രമല്ല കലാപം നടക്കുന്നത്. നമുക്ക് ഭയക്കാതെ ജീവിക്കാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഗുജറാത്ത് കലാപം. അത് ഗുജറാത്ത് കലാപത്തിൽ മാത്രമാണോ ആളുകൾ മരിച്ചിട്ടുള്ളത്? ഒരിക്കലും അല്ല, അങ്ങനെ ഞാൻ പറയുന്നത്. ഗുജറാത്ത് കലാപത്തിലാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത്? പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നു. അതെ, തീർച്ചയായിട്ടും. അതാണ് മാധ്യമങ്ങളുടെ ശക്തി. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ശരിയെന്നോ തെറ്റെന്നല്ല പറയുന്നത്. പക്ഷേ അതെല്ലാം ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മാത്രം തലയിൽ കെട്ടിപ്പിക്കരുത്. നിങ്ങൾ ഭയന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സിഖ് കലാപം ഓർത്തില്ല? നിങ്ങളുണ്ട് കാൺപൂരിലെയോ ലക്നൌവിലെയോ കലാപങ്ങൾ ഓർത്തില്ല? അതിനെ എത്രയോ പേര് മരിച്ച. ഇനി ഞാൻ നിങ്ങൾ ചരിത്രം അറിയാത്ത നിങ്ങളോട് പറയാം. CPM ഡയറക്റ്റ് ചെയ്തൊരു കലാപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. ദ ബ്ലഡ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. ചരിത്ര പുസ്തകമാണ്. 1.5 ലക്ഷത്തെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഒരു പ്രദേശത്തെ മുഴുവൻ ആൾക്കാരെ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന പാവപ്പെട്ട ഹിന്ദു OBC വിഭാഗത്തിൽപ്പെട്ട ഒരു മുഴുവൻ ജനതയെ വഴി കൊന്നുകളഞ്ഞു. വാരി ചാപ്പി. ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ, നിങ്ങളതൊന്നും ഓർക്കില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഗുജറാത്ത് കലാപത്തിന് മാത്രം ഇത്രമാത്രം മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നത്? ഇത്തരം കലാപങ്ങളെല്ലാം നിശബ്ദമായി പോവുകയും ഈ കലാപം മാത്രം വളരെ ശബ്ദത്തോടെ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം കൃത്യമായി സത്യസന്ധമായി വാർത്ത നൽകുന്നു? അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അപ്പോൾ ഒരു കലാപത്തെ മാത്രം ഭയങ്കരമായി ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം പത്രങ്ങൾക്കുണ്ടോ? ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് വിമർശിക്കാൻ ആരെയാണ് ഭയം എന്നറിഞ്ഞാൽ മതി.
ഇവിടെയും അതാ സംഭവിക്കുന്നത്. ഞങ്ങളെ നിരന്തരം വിമർശിക്കുന്നുണ്ടല്ലോ, പക്ഷേ വിമർശിക്കാൻ ആരെയാ ഭയം? ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ സോ കോൾഡ് പറയുന്ന കൾച്ചറൽ ലീഡേഴ്സിനും എഴുത്തുകാർക്കും സിനിമാക്കാർക്കും ഇന്നലെ പൊട്ടിമുളച്ച സിനിമാക്കാർക്കടക്കം ആരെയാണ് വിമർശിക്കാൻ ഭയം? അവരാണ് നിങ്ങളെ ഭരിക്കുന്നത്. നിരന്തരം വിഷം തുപ്പുന്നില്ല ഞങ്ങൾക്കെതിരെ, എന്തൊക്കെ നുണ പറയുന്നു, എന്തൊക്കെ പറയുന്നു. വിമർശിക്കാൻ ഞങ്ങളല്ല നിങ്ങളെ ഭരിക്കുന്നത്. കേരളത്തിൽ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ അല്ല ഒന്നും നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്കാകെ ഒരു ചെറിയ പത്രവും ഒരു ചാനലേ ഉള്ളൂ. പക്ഷേ നിരന്തരം ഞങ്ങളെ വിമർശിക്കുന്നുണ്ട്. വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഭയക്കണ്ട. ഏറ്റവും ചരിത്രത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു എഴുത്തുകാരിക്ക് തൻ്റെ മരണശേഷം ഇന്നത് ചെയ്യണമെന്ന് ലീലാമേനോട് പറയും, ലീലാമേനോൻ അത് പുറത്ത് പറയുകയും അത് ചരിത്രത്തിലെ വലിയ പ്രശ്നമായി മാറുകയും ചെയ്തില്ലേ. അവർക്ക് അവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, എന്നിട്ട് അത് നടന്നില്ല എന്ന് പറയാനല്ലേ നമുക്ക് താല്പര്യം. സമൂഹത്തിൽ നടക്കുന്നത് അത്തരം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പലതും നടക്കുന്നുണ്ട്. കേരള സ്റ്റോറി എല്ലാവരും എതിർക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 20ഓളം പെൺകുട്ടികളെ കൊണ്ടുപോയി ഇരുത്തി തരാം ഇൻ്റർവ്യൂ ചെയ്യാൻ. ഇതിനേക്കാൾ കേരള സ്റ്റോറി രണ്ടാമത്തെ ഫിലിം അതിൻ്റെ ഡയറക്ഷനിൽ കുഴപ്പമുണ്ട് കേട്ടോ. ഒരു കാണാൻ കൊള്ളാത്ത സിനിമ പറഞ്ഞത് വേറെ പല കാരണം കൊണ്ടാണ്. അതിലൊക്കെ സംഭവിച്ചതിനേക്കാൾ ദുരിതങ്ങൾ അനുഭവിച്ച എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാം. അത് ഇല്ലാത്തൊന്നുമല്ല, നാട്ടുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആ സമൂഹം മുഴുവൻ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ ഇതൊന്നും വേണ്ടത്ര രീതിയിൽ സത്യസന്ധമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ ശക്തമായ എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ എതിർപ്പ്. ഇത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുന്നില്ലേ? നിങ്ങൾ സത്യം വിളിച്ച് പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പരസ്യം നിൽക്കും, നിങ്ങളുടെ സർക്കുലേഷൻ കുറയും. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. അപ്പം ഇതൊന്നും കേരളത്തിൽ അത്ര ഈസി അല്ല. ഞാനത് കൂടുതൽ പറഞ്ഞ് എനിക്ക് പറയാൻ ഭയമുണ്ടായിട്ടല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചാനലിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വരും. ഇപ്പം ഞാൻ തന്നെ നിയന്ത്രിക്കുന്നത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അത്തരം നിയന്ത്രണങ്ങൾ പത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നു. പല വാർത്തകളും കൊടുക്കാൻ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അത് സ്വാഭാവികമാണ്. അതിപ്പം ഇതിൽ മാത്രമല്ല കേട്ടോ, CPMൻ്റെ കാര്യത്തിലൊക്കെ ഇത് വളരെ വളരെ ശക്തമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പം എത്രയോ സിനിമകൾ മലബാറിൽ ഇറങ്ങാണ്ടിരുന്നിട്ടുണ്ട്. എനിക്ക് നന്ദനം സിനിമ ഇറങ്ങാൻ മടിച്ചില്ലേ? എനിക്കറിയാം അതിൻ്റെ പ്രൊഡ്യൂസർ സിദ്ദിഖ് വന്ന് കണ്ട രാഷ്ട്രീയ നേതാക്കളെ എനിക്കറിയാം. അതെങ്ങനെയാണ് കഥ എനിക്കറിയാം, കാരണം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ സിനിമകൾക്കൊക്കെ പലപ്പോഴും തിയേറ്റർ കിട്ടാണ്ടിരുന്നു. നന്ദന സിനിമയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? പരസ്യമായിട്ട് രഞ്ജിത്ത് അതിൻ്റെ സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മറ്റൊരു പത്രം എന്നുള്ള സിനിമ ഇറങ്ങാതെ തരുന്നില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ അങ്ങിരുന്ന് പറയും, നടക്കില്ല. അത് തങ്ങൾക്കെതിരെ വരുമ്പോൾ അതവിടെ നിൽക്കും. ഞാനതവിടെ തൽക്കാലം നിർത്തുന്നു. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ അത് രാഷ്ട്രീയമാണ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. BJP രാഷ്ട്രീയം ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ ഭയക്കാതെ ജീവിക്കാനുള്ള അവകാശത്തെയും ഇത്തരം കാര്യങ്ങളെ എല്ലാത്തിനെയും ഒരു മനുഷ്യൻ്റെ മാനുഷിക മൗലിക അവകാശങ്ങളെയും ഒക്കെ സംരക്ഷിക്കുമെന്ന് 100% ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ താങ്കൾക്ക് സാധിക്കും? ഒരു സംശയമില്ല. ഇപ്പം എനിക്കറിയാം, ഇപ്പം പൊതുവെ ഇപ്പം അടുത്തൊരു കോൺട്രവേഴ്സി ബീഫ് BJP. എനിക്കറിയാം ബീഫ് കഴിക്കുന്ന ഒരുപാട് BJPക്കാരുണ്ട്. ബീഫിനെ ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യക്തിപരമായി കഴിക്കാതിരിക്കാം. അത് ക്യൂബയിൽ പശുവിനെ വെട്ടാൻ പറ്റില്ല. ഞാനിപ്പോൾ നേരത്തെ ചെഗുവേരയുടെ പുസ്തകം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ക്യൂബയിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിനൊക്കെ വരുന്ന എത്രയോ മുമ്പ് തന്നെ അവിടെ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. അത് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. അത് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, അതിൻ്റെ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഗോവധം ഇന്ത്യയിൽ നിരോധിച്ച് തന്നെ കോൺഗ്രസ് സർക്കാരുകളാണ്, BJP സർക്കാരും നിരോധിച്ചിട്ടില്ല. ആവാതിരിക്കുക, അത് രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന് എനിക്ക് വളരെ അടുത്ത സുഹൃത്തായ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് BJP അധികാരത്തിൽ വന്നാൽ ഈ കലൂർ മാർക്കറ്റിൽ ഗോവധം നിരോധിക്കും, പശുവിനെ വെട്ടിയാൽ നിന്നെ അറസ്റ്റ് ചെയ്യും, നിങ്ങൾ എങ്ങനെ ജീവിക്കും, ബീഫ് കഴിക്കാൻ പറ്റുമോ എന്ന് വെച്ചുകൊണ്ട് പ്രസംഗിച്ച ആൾ ഇപ്പോൾ BJP വന്നിട്ട് ഇത്രയും വർഷമായില്ലേ. ഇതെല്ലാം തെറ്റായ ധാരണകൾ ഉയർത്തുകയായിരുന്നു BJPയെ കുറിച്ചിട്ട്. ഇതൊന്നും ഗോവയിലില്ലല്ലോ. ഗോവയിലിപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ടല്ലോ, സ്റ്റേറ്റും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തെറ്റായ ധാരണകൾ, ഇതിന് വലിയ മാധ്യമങ്ങൾ പ്രചരണം കൊടുക്കുന്നു. BJP എന്തോ വലിയ വർഗീയ പക്ഷിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞത്, ഭയക്കാതെ ജീവിക്കുവാൻ, ആരോടും പ്രീണനമില്ലാതെ ഭയക്കാതെ ജീവിക്കുവാൻ BJP ഒന്നും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.
പിന്നെ എൻ്റെ തെറ്റായ ധാരണ കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ബീഫ് കഴിക്കുക എന്ന് പറയുന്നതിന് BJPക്ക് ഒരു തരത്തിലും എതിർക്കാത്ത കാര്യമാണോ? എനിക്ക് അതിനെന്താ ഇത്ര തർക്കം? ഇതിപ്പം BJP ഭരിക്കുന്ന അസം, നാഗാലാൻഡിലൊക്കെ ഇത് ബീഫ് മാത്രമല്ല, അവിടെ കഴിക്കാത്ത സാധനങ്ങളില്ല എന്നറിയിരിക്കുമല്ലോ. ഞങ്ങളാണ് ഇപ്പോൾ ത്രിപുര ആയാലും മണിപ്പൂർ പല സ്റ്റേറ്റുകളും ഞങ്ങളാണ് ഭരിക്കുന്നത്. അസം തൊട്ട് ഇങ്ങോട്ട് വന്ന് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും ഞങ്ങളാണ് ഭരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കഴിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അതും വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. എനിക്കതിന് കാരണമുണ്ട്. പക്ഷേ എൻ്റെ അടുത്തിരുന്ന ആൾ കഴിച്ചുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആരോഗ്യകരമായ പ്രശ്നമുണ്ട്. അത് കഴിക്കാതിരിക്കലാണ് നല്ലതെന്ന് അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ കഴിപ്പിക്കാണ്ടാക്കും. നിങ്ങൾക്ക് പോത്ത് കഴിക്കാം, ആട് കഴിക്കാം. പിന്നെ ഹിന്ദുക്കൾ അതിനെ ഏറ്റവും പരിപാവനായി കാണുന്ന മൃഗത്തെ തന്നെ എനിക്ക് ചില ദിവസങ്ങൾ കഴിക്കണം എന്നുള്ള വാശിയും പാടില്ല. അതും ശരിയല്ല. ഒരെണ്ണം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാമല്ലോ. ഇത് കഴിക്കണവൻ കഴിച്ചോട്ടെ. അതിപ്പോൾ എന്താ, അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആവാമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ ബീഫ് വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഇത്ര ശക്തമായി ഇനിയും BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, BJP നേതാക്കളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ കൊള്ളയാണ്, അമ്പലക്കൊള്ള എന്നൊക്കെ പറയുന്നത് ഇതാണ് ശബരിമലയിൽ നടന്നത്. ഒരു സംശയമില്ല, അതൊരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലെ സ്വർണം മാത്രമല്ലല്ലോ, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. എന്നിട്ട് നോക്കൂ, അവിടുത്തെ കോടതി വരെ ഒരു തെളിവില്ല എന്ന് പറഞ്ഞാൽ തന്ത്രിയെ പിടിച്ച് അകത്തിട്ടു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷ്ടിക്കുന്നു. അതിന് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് മോഷണം നടക്കുന്നത്. അതായത് വെറും ഒരു ഫിസിക്കൽ എടുത്തുകൊണ്ട് പോക്കല്ല, അത് തിരുത്തണം. പല രീതിയിലുള്ള തിരുത്തലുകൾ നടക്കുന്നു. അത് CPM മാത്രമല്ല, അതിനു മുമ്പ് കോൺഗ്രസും അതിൻ്റെ കൊടിമരം വിഷയത്തിൽ അതിൻ്റെ മുഴുവൻ കോസ്റ്റ് 3.5 കോടി രൂപയുടെ ഒരു ആന്ധ്ര കമ്പനി അടയ്ക്കുന്നു. പക്ഷേ വീണ്ടും മോഹൻലാലും ദിലീപും സുരേഷ് ഗോപി അടക്കം നടക്കുന്ന ആൾക്കാരിൽ നിന്ന് മേടിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ 3 ഫോമുകളിൽ, ഫോം ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഫോമുകളിൽ കാർബൺ വെച്ചിട്ട് 3 എണ്ണം എഴുതണം. പക്ഷേ അതൊക്കെ ലംഘിക്കപ്പെട്ടു. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതെല്ലാം ലംഘിക്കപ്പെട്ട് ഇരു പാർട്ടിയും, കോൺഗ്രസും CPMഉം സ്വർണം കൊള്ളയടിക്കാൻ ശബരിമലയെ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ വേദനയുണ്ട്. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ശബരിമല പോലുള്ള ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ തന്ത്രിയെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതൊരു മറ്റൊരു മതത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഹിന്ദുക്കളുടെ മേൽ നിരന്തരമായി കുതിര കയറാം എന്നുള്ള ഒരു ആഗ്രഹമാണ് CPM നടത്തുന്നത്. ഒരു ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ളതാണ് വിശ്വാസപരമായി CPM നടക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് അവരുടെ. അത് കാരണം തന്നെയാണ് ഞങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നത്. അത് BJPക്ക് എതിർക്കാൻ പറ്റുള്ളൂ. BJP അതിൻ്റെ ഏതറ്റം വരെ പോയാലും തീർച്ചയായിട്ടും ഞങ്ങൾ അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഏതായാലും ശിവശങ്കർ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നിസ്വാർത്ഥമായും ആത്മാർത്ഥമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കട്ടെ, രാഷ്ട്രീയത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടൈം.